2025 മറ്റൊരു ചോദ്യം. 2 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെ ശരി ആൻഡ് ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ ഇത് വളരെ ഈസി ആയിട്ട് ഉള്ളൊരു ചോദ്യമാണ്. സം റെയർ എർത്ത് എലമെൻറ്റ്സ്, ചില റെയർ എർത്ത് എലമെൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫ്ലാറ്റ് ടെലിവിഷൻ സ്ക്രീൻസ് ആൻഡ് കമ്പ്യൂട്ടർ മോണിറ്റേഴ്സ്. എന്താ ഉപയോഗിച്ചൂടെ? ഏതെങ്കിലും ഒരു റെയർ എർത്ത് മെറ്റീരിയൽ നമ്മൾ ടെലിവിഷൻ ഉപയോഗിക്കാൻ എടുക്കുവാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകില്ലേ? സം എന്നുള്ളത് ശരിയാകില്ലേ? അതെ, എല്ലാ റെയർ എർത്ത് മെറ്റീരിയലും പറ്റുമെന്നല്ല പറയുന്നത്, സം. സോ സം ആകാം. സം റെയർ എലമെൻറ്റ്സ് ഹാവ് ഫോസ്ഫോറസെൻറ്റ് പ്രോപ്പർട്ടീസ്. സോ ഏതെങ്കിലും ഒരു റെയർ എർത്ത് മെറ്റീരിയലിന് ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതായിക്കൂടെ? ആകാം. അപ്പോൾ ആ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയായി. പക്ഷേ നമുക്കിവിടെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് തമ്മിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് 1നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നും കൂടി ഐഡൻറ്റിഫൈ ചെയ്യണം. നോക്കൂ, ഓപ്ഷൻ എ ആൻഡ് ബി നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ 2 രീതിയിൽ നമുക്ക് പറയണം. സോ നമുക്ക് നോക്കാം. ഫോസ്ഫോറസെൻറ്റ് പ്രോപ്പർട്ടീസ്. ഈ ഫോസ്ഫോറസെൻറ്റ് പ്രോപ്പർട്ടി എന്ന് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ ഫ്ലൂറസെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ മിന്നുന്നൊരു പരിപാടിയായിട്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഫോസ്ഫോറസെൻറ്റും കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലൈറ്റുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോസ്ഫോറസെൻറ്റ് ജസ്റ്റ് ലൈക്ക് ഫ്ലൂറസെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫോസ്ഫോറസെൻറ്റ് പ്രോപ്പർട്ടി ഉള്ളൊരു സാധനം. അപ്പോൾ നമ്മൾ ടി വി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ, ടി വിയിലും കുറേ വെട്ടവും വെളിച്ചമൊക്കെ ആവശ്യമുണ്ട്. ആ ഒരു പ്രോപ്പർട്ടി ടി വിയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിലുണ്ടേ ഗുണമല്ലേ? ടി വിക്കും വേണ്ടത് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസ് ആയിക്കൂടെ എന്ന് ചിന്തിക്കുവാണെങ്കിൽ ആ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് മാത്രമല്ല, ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് നമുക്ക് കണക്കാക്കി ഓപ്ഷൻ എ നമുക്ക് കറക്റ്റാക്കി എടുക്കാം.